സെക്കൻഡ് മൊഡ്യൂൾ തുടങ്ങുകയാണ്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് പഠിച്ചത്. അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലുള്ള മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. റെസിസ്റ്റിവിറ്റി വളരെ കുറവുള്ളതും, അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി സ്മൂത്തായിട്ട് കടന്നു പോകുന്ന മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സെമി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസാണ്. സെമി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കുറച്ച് കണ്ടക്റ്റിംഗ് പോസിബിലിറ്റി ഉള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെമി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ്. തീരെ കണ്ടക്ടിവിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻസുലേറ്ററുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടറുകളുടെയും റെസിസ്റ്ററുകളുടെയും അല്ലെങ്കിൽ ഇൻസുലേറ്ററുകളുടെയും ഇടയിലുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് സെമി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സെമി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ്, എങ്ങനെയാണ് സെമി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഈ മൊഡ്യൂളിൽ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം സെമി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് ആർ ദ മെറ്റീരിയൽ ഇറ്റ്സ് കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടീസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. എക്സാമ്പിൾ carbon, silicon, germanium, etc. capable for standard signal applications, for high frequency amplifiers, applicable for power applications and harsh environments for light emitting applications. അതായത് നമുക്കറിയാം കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒന്നോ രണ്ടോ ഇലക്ട്രോൺസ് ഉള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് എന്ന്. അവ ഒരു കണ്ടക്റ്റിംഗ് ഇലക്ട്രോൺസ് ആണ്, അല്ലെങ്കിൽ എന്താണ് പുറത്തോട്ട് ചാടാൻ വെമ്പി നിൽക്കുന്ന ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ചെറിയൊരു ഇനീഷ്യേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെന്ത് ചെയ്യാണ്ടാവും തൊട്ടടുത്ത ആറ്റത്തിലേക്ക് പോകാനും അതുവഴി ഇലക്ട്രോൺസിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവാനും കണ്ടക്റ്റൻസ് കൂടാനുള്ള സാധ്യത എന്തുണ്ട്. സെമി കണ്ടക്ടറുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെമി കണ്ടക്ടറുകളുടെയും ഇൻസുലേറ്ററുകളുടെയും ഇടയിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കണ്ടക്ടറിൽ കൊടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഇനീഷ്യേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ എന്താവുള്ളൂ വർക്ക് ചെയ്യുള്ളൂ. എന്ത് സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ട് ചെയ്യുമോ, അതും കണ്ടക്ടർ പോലെ ഉണ്ടാവില്ല. അപ്പോൾ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, അതുപോലെ തന്നെ വാലൻസ് ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 അല്ലെങ്കിൽ 7 8 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻസുലേറ്ററുകൾ എന്ന് പറയുന്നത്. അതായത് അവ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇലക്ട്രോണുകളെ സ്വീകരിക്കുക എന്നല്ലാതെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അപ്പോൾ അതിലൂടെ കറണ്ട് കണ്ടക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഇൻസുലേറ്ററുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളത്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 വാലൻസ് ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ 4ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബേസിക്കായിട്ട് സെമി കണ്ടക്ടറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 4ാം ഗ്രൂപ്പ് മൂലകങ്ങളായ കാർബൺ, സിലിക്കൺ, ജെർമേനിയം എന്ന് പറയുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ബേസിക്കായിട്ട് എന്തെന്ന് പറയുന്നത് ഇൻസുലേറ്റർ, അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ പ്യുവർ ഫോമിലുള്ള ഇൻസുലേറ്ററുകളാണ്, അല്ല സെമി കണ്ടക്ടറുകളാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അതിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടും നമ്മൾ വേറെ പല രീതിയിലും വേറെ പല ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ബേസിക്കായിട്ട് പ്യുവർ സെമി കണ്ടക്ടറുകൾ എന്ന് പറയുന്നത് കാർബൺ, സിലിക്കൺ, ജെർമേനിയത്തിലേക്ക്. അതുപോലെ തന്നെ അവ ഏറ്റവും കൂടുതൽ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് സിസ്റ്റത്തിലാണ്. അതായത് സിഗ്നൽ ആപ്ലിക്കേഷൻസിൽ, ആംപ്ലിഫയറുകളിൽ, അതായത് ട്രാൻസിസ്റ്ററുകൾ, ഡയോഡുകളൊക്കെയാണ് നമ്മൾ റെക്ടിഫയർ പിന്നെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സെമി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, അതുപോലെ ലേറ്റ് എമിറ്റിംഗ് ഡയോഡ്, LDRകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ സിസ്റ്റത്തിനെ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. 4ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് മിക്കവാറും നമ്മൾ സെമി കണ്ടക്ടറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സെമി കണ്ടക്ടറുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം എന്നാണ് പറയുന്നത്. There is 2 basic group of classification that can be used to define the different semiconductor types. ഒന്നാമത്തേത് എന്ന് പറയുന്നത്
ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, രണ്ടാമത്തെ എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നാണ്. രണ്ട് തരത്തിൽ, അതായത് സെമി കണ്ടക്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും. അതിൽ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, intrinsic type of semiconductor material made to be very pure chemically. As a result, it possesses a very low conductivity level, having very few number of charge carriers, namely holes and electrons, which it possesses in equal quantities. അതായത് പ്യുവർ ഫോമിലുള്ള സെമി കണ്ടക്ടറുകളെയാണ്, കെമിക്കലി പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇവയിൽ കണ്ടക്റ്റിംഗ് ഇലക്ട്രോൺസും അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ട്, അതായത് ഹോൾസിൻ്റെ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചാർജിൻ്റെ മൂവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും പ്യുവർ ഫോമിൽ എന്തായിരിക്കും, വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്യുവർ ഫോമിൽ ഏറ്റവും ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി തൊട്ടടുത്ത് നിൽക്കുന്ന പ്രോപ്പർട്ടി ആയിരിക്കും ഏതിന്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസുലേറ്ററുകൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറാണ്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നുള്ളത് എക്സ്ട്രിൻസിക് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആർ ദോസ് where a small amount of impurity has been added to the basic intrinsic material. This doping uses an element from different period table group of is as well as the electrons valence than semiconductor itself. It creates either excess or shortage of electrons. In this way, two types of semiconductors are available. അതായത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറുകൾ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറുകളിലേക്ക്, നമുക്ക് ഇൻസുലേറ്ററുകൾ ഒരിക്കലും കണ്ടക്ടറുകളുടെ എണ്ണത്തിൽ കൂട്ടാൻ പറ്റാത്ത രീതിയിലാണ് എന്തെന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ അവയെ നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവയെ എനർജൈസ് ചെയ്താൽ അതിൽ എന്തുണ്ടാവണം, അവയ്ക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഫ്രീ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസോ കൂടുതൽ അതിൽ ഉണ്ടാവണം, കുറച്ചെങ്കിലും ഉണ്ടാവണം, എന്നാലേ സെമി കണ്ടക്ടിങ് നിന്നും. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മെയിൻ സെമി കണ്ടക്ടിങ് ആറ്റത്തിലേക്ക് നമ്മൾ ഇമ്പ്യൂരിറ്റീസിനെ, അതായത് വേറെ ഗ്രൂപ്പ് മൂലകങ്ങളെ ആഡ് ചെയ്യും. അതായത് വാലൻസ് ഇലക്ട്രോൺസ് കൂടിയതിനെയും ഇലക്ട്രോൺസ് കുറഞ്ഞതിനെയും ആയിട്ടുള്ള മൂലകങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ ഒന്നുകിൽ ഹോൾസോ അല്ലെങ്കിൽ ഇലക്ട്രോൺസോ എന്തുണ്ടാവും, കൂടുതലുണ്ടാവും അതിൽ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഉണ്ടാവുന്ന എക്സസ് ആയിട്ട് വരുന്ന ഇലക്ട്രോൺസിനെയോ അല്ലെങ്കിൽ ഹോൾസിനെയോ നമ്മൾ ചാർജ് കാരിയേഴ്സ് ആയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യാണ്. അപ്പം അങ്ങനെ പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സെമി കണ്ടക്ടിങ് മെറ്റീരിയലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറുകൾ എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ ഈ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ട് ടൈപ്പ് സെമി കണ്ടക്ടറുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതെന്താണ്, അതിപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ്. അത് എന്താണ് അതിന് പേര് വന്നത്, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനുകളായിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്പ്യൂരിറ്റീസ്, അതായത് വേറെ ഗ്രൂപ്പ് മൂലകങ്ങളെ ആഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ആഡ് ചെയ്ത പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഡോപ്പിംഗ്. ഡോപ്പിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു ദ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ടു ആൾട്ടർ ദർ പ്രോപ്പർട്ടീസ്. അതായത് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ വേരിയേഷൻ വരുത്താൻ വേണ്ടി നമ്മൾ എന്താണ്, ഇമ്പ്യൂരിറ്റീസിനെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്, ഡോപ്പിംഗ് എന്ന് പറയുന്നത്. The conductivity of semiconductor material can be improved by adding impurity element with either 3 or 5 valence or called respectively trivalent and pentavalent elements. The semiconductor is called either intrinsic or extrinsic depending on whether it contains any doped impurity.
അതായത് ഒരു സെമി കണ്ടക്ടറിന് നമ്മൾ ഇൻട്രിൻസിക് ആണോ എക്സ്ട്രിൻസിക് ആണോ എന്ന് മനസ്സിലാക്കുന്നത് അതിൽ വേറെ ഏതെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും, ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും നമ്മൾ പറയും. അപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത് തേർഡ് ഗ്രൂപ്പ് മൂലകങ്ങളോ അല്ലെങ്കിൽ ഫിഫ്ത്ത് ഗ്രൂപ്പ് മൂലകങ്ങളോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ പറയുന്ന പേര് തേർഡ് ഗ്രൂപ്പ് മൂലകങ്ങളോ 4ന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള മൂലകങ്ങളാണ്. അത് 4ാം ഗ്രൂപ്പിലുള്ളതാണല്ലോ നമ്മൾ സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ 3ാം ഗ്രൂപ്പിലും 5ാം ഗ്രൂപ്പിലുള്ളതുകൊണ്ട് ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ പെൻറ്റാ വാലന്റ് ഇമ്പ്യൂരിറ്റീസ് എന്നാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അതായത് ഈ കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ബോണ്ടിങ് ആണ്. അതായത് ഈ സെൻട്രലിൽ കാണിച്ചിരിക്കുന്ന SB അല്ലെങ്കിൽ B എന്ന് പറയുന്ന ഈ 2 മെറ്റീരിയൽസും സാധാരണഗതിയിൽ ഇതൊക്കെ സിലിക്കണാണ്. അതായത് ഇത് SB എന്ന് പറഞ്ഞാൽ 5ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്, ബോറോൺ എന്ന് പറഞ്ഞാൽ എന്താണ് 3ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ 2 സാധനങ്ങളും അല്ലാതെ ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കൺ Si തന്നെയാണെങ്കിൽ എല്ലാതിൻ്റെയും ഇടയ്ക്ക് എന്താ ഉണ്ടാവുക? വാലൻസിൽ 4 ഇലക്ട്രോൺസ് ഉണ്ടാവുക. അപ്പോൾ 4 ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വിചാരിച്ചാൽ ഈ 2 ഇതിൻ്റെ ഈ ആറ്റത്തിൻ്റെയും 2 ആറ്റത്തിൻ്റെയും ഓരോ ഇലക്ട്രോൺസ് തമ്മിൽ എന്താവും? ബോണ്ട് ഉണ്ടാവും. ഇവിടെയും ഉണ്ടാവും ഒരു ബോണ്ട്, ഇതുമായിട്ടും ഉണ്ടാവും ഒരു ബോണ്ട്, ഇതുമായിട്ടും ഉണ്ടാവും ഒരു ബോണ്ട്. അപ്പം തൊട്ടടുത്തുള്ള ആറ്റങ്ങളുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കുക, അതിന് ബാലൻസ് ബോണ്ട് എന്ന് പറയും. ആ ബോണ്ട് ഉണ്ടാവുക ചെയ്യുക. നമ്മളൊരു 5ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഈ നടുത്തത് എന്തായിട്ട് പോവാം? ഈ SB എന്ന് പറയുന്ന ഇതിൽ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 5 എണ്ണമാണ്. അപ്പോൾ ഈ 4 എണ്ണം ബോണ്ടായി കഴിഞ്ഞാലും 5ാമത്തെ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്തുണ്ടാവും? ഇവിടെ എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ, സാധാരണ ഒരു സെമി കണ്ടക്ടറിൻ്റെ സ്ട്രക്ചർ ചോദിക്കുകയാണെങ്കിൽ ഇവിടെയും SI ആക്കിയിട്ട് നമ്മൾ ഈ ഡോണർ ഇമ്പ്യൂരിറ്റി ഇല്ലാതെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ ബോറോൺ ആണെങ്കിൽ 3 എണ്ണം ഉള്ളത്. അപ്പോൾ ബോറോണിൻ്റെ 1, 2, 3 എന്ന് പറയുന്നത് 3 എന്തായി? ഈ 3 ആറ്റങ്ങളുമായിട്ടും എന്തായിപ്പോയി? ബോണ്ടായിപ്പോയി. പക്ഷേ ഈ ആറ്റത്തിന് ബോണ്ട് ചെയ്യാൻ എന്തില്ല? ഇതിലും ഇല്ല. അപ്പോൾ അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് അയോൺസ് വഴി എന്ത് ചെയ്യും? നടക്കും. അപ്പം ഇങ്ങനെ അതിൽ എന്ത് ചെയ്യും? ഒന്നുകിൽ ഒരു എക്സസ് ഇലക്ട്രോൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എക്സസ് ഹോൾ ഉണ്ടാവും. അതിനെ നമുക്ക് എന്തായിട്ട് ചാർജ് കാരിയറായിട്ട് എടുത്ത് അതിൻ്റെ കണ്ടക്റ്റൻസിൽ എന്ത് ചെയ്യാം? വേരിയേഷൻ വരുത്താം. അവിടെയാണ് നമ്മൾ ഡോപ്പിങ്ങിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ ബേസിക് സ്ട്രക്ചർ ആക്കിയിട്ട് കാണിച്ചിട്ടുള്ളത്. ബേസിക് സെമി കണ്ടക്ടറിൻ്റെ സ്ട്രക്ചർ ആണെങ്കിൽ ഈ ഡോണർ ഇമ്പ്യൂരിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആയിട്ട് അവിടെ ഹോൾ ഉണ്ടാവില്ല. പകരം എന്താണ്? എല്ലായിടത്തും 4 ഇലക്ട്രോൺസ് തൊട്ടടുത്തുള്ള 4 ഇലക്ട്രോൺസുമായിട്ട് എന്ത് ചെയ്യും? ബോണ്ട് ചെയ്ത് 8 ആയി ഉണ്ടാവും. ഇനി അടുത്തത് എന്ന് പറയുന്നത് N ടൈപ്പ് സെമി കണ്ടക്ടറാണ്. പേര് N ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിലും അതിൻ്റെ സ്ട്രക്ചറിൽ നമ്മളെന്താണ്? പ്ലസ് ആണ് ആ സർക്കിളിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അത് എന്ന് പറയുന്നത് നമ്മൾ ഡോണർ അയോണുകളാണ്. അതായത് ഡോണർ അയോണുകൾ എന്ന് പറഞ്ഞാൽ N ടൈപ്പ് സെമി കണ്ടക്ടറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡോണർ ആറ്റത്തിനെയാണ് നമ്മളെന്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്? ആ ഡോണർ അയോൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അതിൽ N ടൈപ്പ് സെമി കണ്ടക്ടറുകൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ടൈപ്പാണ്. അപ്പോൾ അതിലെന്താണ് കൂടുതൽ ഉണ്ടാവുക? ഇലക്ട്രോൺസ് ആണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയും. N ടൈപ്പ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടറാണ്. അപ്പോൾ എന്താണ്? മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഹോൾസും ഉണ്ടാവും. നമുക്ക് നോക്കിയാൽ കാണാം, 1, 2, 3, 4, 5, 6, 7, 8 ഒരു 10ഓളം ഇലക്ട്രോൺസിനെ നമുക്ക് അവിടെ കാണാം. പക്ഷേ 2, 3 ഹോൾസ് ആണുള്ളത്. അപ്പോൾ ഹോൾസും ചാർജ് കാരിയേഴ്സ് ആണ്, ഇലക്ട്രോൺസും ചാർജ് കാരിയേഴ്സ് ആണ്. പക്ഷേ ഹോൾസിനെ നമ്മൾ കൂടുതലില്ലാത്തത് കൊണ്ട് അതിനെന്താ പറയുക? മൈനോറിറ്റി കാരിയേഴ്സ് എന്നാണ് പറയുന്നത്. വെൻ എ സ്മാൾ എമൗണ്ട് ഓഫ് പെൻറ്റാവാലന്റ് ഓർ ഡോണർ ആറ്റംസ് ആർ ഫോസ്ഫറസ്, ആഴ്സനിക് പോലെയുള്ള ഏതെങ്കിലും
ആഴ്സനിക്, ആൻറ്റിമണി എന്ന് പോലെയുള്ള ഏതെങ്കിലും ഒരു മൂലകങ്ങളെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ അതേ എഫക്റ്റ്, ഒന്നാമത് പറഞ്ഞ അതേ എഫക്റ്റ് ഉണ്ടാവും. ഓരോ ഇലക്ട്രോണിനും ഓരോ ആറ്റത്തിനും എന്താ SB ആറ്റത്തിനും അല്ലെങ്കിൽ P ആറ്റത്തിനും അല്ലെങ്കിൽ ആഴ്സനിക് ആറ്റത്തിനും എന്തുണ്ടാവും, ഓരോ എക്സസീവ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഇലക്ട്രോൺസ് ഒക്കെ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. A silicon atom in the lithium may be replaced by a donor atom with 4 valence electrons forming covalent bonds, 1 extra free electron. This is an N-type semiconductor whose conductivity is much improved compared to intrinsic semiconductors due to extra free electrons in lattice, which is called predominant or majority current carriers. There also exist some tiny numbers of holes called minority carriers. അതായത് നമുക്കൊരു എക്സസ് ഇലക്ട്രോൺ തരിക ആയതുകൊണ്ട് നമ്മൾ അവയെ എന്തെന്ന് പറയും, ഡോണർ ആറ്റങ്ങൾ എന്ന് പറയും. ആരെ? 5ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ഡോണർ ആറ്റങ്ങൾ നമുക്ക് തരികയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡോണർ ആറ്റങ്ങൾ എന്ന് പറയും. ഇലക്ട്രോൺസ് ആയിരിക്കും N ടൈപ്പിൽ എന്തുണ്ടാവുക, മെജോറിറ്റി കാരിയേഴ്സ് ഉണ്ടാവുക. ഹോൾസ് ആയിരിക്കും എന്തായിട്ടുണ്ടാവുക, മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് P ടൈപ്പ് സെമി കണ്ടക്ടറാണ്. P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് നമുക്കറിയാം എന്താ, ആക്സെപ്റ്റർ അയോൺസ് ആണ്. അതിനെന്തായിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് എന്താ സ്വീകരിക്കുകയാണ്, കടം വാങ്ങുന്ന പോലെയാണ്. അപ്പം മൈനസ് ആണ് ഉണ്ടാവുക. അപ്പം ആ മൈനസിനെ നമ്മൾ ആക്സെപ്റ്റർ അയോൺസ് ആയിട്ട് കാണിക്കും. ഇനി നേരത്തെ ഇലക്ട്രോൺസ് ആയിരുന്നു മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഹോൾസ് ആയിരിക്കും. കാരണം നമ്മൾ 3ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് കൊടുക്കുന്നത്. അപ്പം അതിലൊക്കെ എന്തുണ്ടാവുള്ളൂ, 3 ഇലക്ട്രോൺസ് ഉണ്ടാവുന്നു. കൂടുതൽ കൊടുക്കുന്ന ബോറോൺ, ഗാലിയം, ഇൻഡിയം എന്ന് പറയുന്ന മൂലകങ്ങളിലൊക്കെ 3 എണ്ണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഓരോ ഹോൾസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഹോൾസ് ആണ് മെജോറിറ്റി കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ P ടൈപ്പ് അല്ലെങ്കിൽ പോസിറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. അതിൽ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ഹോൾസും മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഓക്കെ, വെൻ സ്മാൾ എമൗണ്ട് ഓഫ് ട്രൈവാലന്റ് ആക്സെപ്റ്റർ ആറ്റം, ബോറോൺ, അലൂമിനിയം ഇസ് ആഡഡ്, ഇൻഡിയം, താലിയം ഒക്കെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ആ സിലിക്കൺ ആറ്റം റീപ്ലേസ്ഡ് ബൈ ആക്സെപ്റ്റർ ആറ്റം. ആക്സെപ്റ്റർ ആറ്റം എന്ന് പറയാനുള്ള കാരണം എന്താ, ആക്സെപ്റ്റർ ആറ്റം എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാണ്. അതായത് അങ്ങോട്ട് വാങ്ങണം, ഒരു ഫ്രീ ഹോൾ ഉണ്ടാവുക ചെയ്യണത്. അതുകൊണ്ട് നമ്മൾ 3ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്തെന്ന് പറയും, ആക്സെപ്റ്റർ ആറ്റം എന്ന് പറയും. അതിൽ ഹോൾസ് ആയിരിക്കും എന്തുണ്ടാവുക, മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ എന്തായിരിക്കും, ഇലക്ട്രോൺസ് ആയിരിക്കും എന്തുണ്ടാവുക, മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് P ടൈപ്പ് സെമി കണ്ടക്ടർ, അതുപോലെ N ടൈപ്പ് സെമി കണ്ടക്ടറുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെയും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറുകളെയും ഡിഫറൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് 4-5 പോയിന്റുകളായിട്ട് ഡിഫറൻസ് മാത്രം, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് മാത്രം നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ P ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെയും N ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെയും എന്ന് നമുക്ക് പഠിക്കാനുണ്ട്, ഡിഫറൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ P ടൈപ്പും N ടൈപ്പും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ ഉണ്ടാക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ.